ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഇതൊരു സ്പെഷ്യൽ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വഴുതന കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കണ്ടാലോ? അതിനായിട്ട് ഒരു വഴുതനങ്ങ എടുത്ത് അതൊന്ന് ചെറിയ സ്ലൈസായി കട്ട് ചെയ്തെടുക്കാം. നല്ല തിൻ സൈസായി വേണം കട്ട് ചെയ്തെടുക്കാൻ. അത് നന്നായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊരു ബൗളിലേക്കിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഡീപ്പ് ഫ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് യോഗർട്ട് എടുത്ത് ഉപ്പും ചേർത്ത് അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രൈ ചെയ്ത വഴുതനങ്ങ അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ശേഷം സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഉലുവയും നല്ല ജീരകവും കുറച്ച് ഒനിയനും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് മുളക് പൊടിയും ചേർത്ത് താളിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയില കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നല്ല ടേസ്റ്റി കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.